ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഈയൊരു ശനിയാഴ്ച മികച്ച രീതിയിൽ തന്നെയുള്ള ബുക്കിംഗ് രാവിലെ തന്നെ കാണാൻ കഴിയുന്നു. അഡ്വാൻസ് ബുക്കിങ്ങിൽ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ഓറഞ്ച് മയം അനുഭവപ്പെടുന്നു. വെള്ളിയാഴ്ച വെച്ച് നോക്കുമ്പോൾ ശനിയാഴ്ച മികച്ച തുടക്കം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച സിനിമയുടേതായി വിറ്റുപോയത് 48,000-ഓളം ടിക്കറ്റുകളാണ്. ഇതിനോടകം തന്നെ 1,00,000 ടിക്കറ്റുകൾ സിനിമയുടേതായി വിറ്റുപോയിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ആദ്യ ദിനം സിനിമ കേരള കളക്ഷനായി നേടിയത് 2 കോടിയാണെങ്കിൽ വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 4,02,00,000 രൂപയോളമാണ് ആദ്യ ദിനത്തെ കളക്ഷനായി പുറത്തു വന്നത്. വെള്ളിയാഴ്ച ദിവസം കളക്ഷൻ നോക്കുമ്പോൾ ഫൈനലായി വന്നിരിക്കുന്നത് 1 കോടിക്ക് മുകളിൽ എന്നുള്ള ആ ഒരു കണക്ഷനാണ്. ആദ്യ ദിനം 1,49,00,000 ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ രണ്ടാം ദിനം 1,02,00,000 രൂപ മാത്രമാണ് ലഭിച്ചത്. സ്വാഭാവികമായും പ്രതീക്ഷിച്ച ആ ഒരു ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. അതായത് സിനിമയുടെ വെള്ളിയാഴ്ച കളക്ഷൻ 1.5 കോടിക്ക് അടുത്ത് എന്നുള്ളതും വേൾഡ് വൈഡായിട്ട് സിനിമ രണ്ടാം ദിവസവും നേടാൻ പോകുന്നത് 3.5 കോടിയോളമാണ്. അതായത് 2 ദിവസം കൊണ്ട് സിനിമ 7.5 കോടിക്ക് അടുത്ത് നേടുന്നു എന്നുള്ളതാണ്. സിനിമയ്ക്ക് GCC രാജ്യങ്ങളിൽ മികച്ച ഒരു റെസ്പോൺസ് കാണാൻ കഴിയുന്നു. അതേപോലെ ഓവർസീസിൽ കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമയ്ക്ക് നേടാനും കഴിയുന്നത്. ഡേ 1-നേക്കാളും ഗ്രേറ്ററായി ഡേ 2 നിൽക്കുമ്പോൾ ഈ 2 ദിവസത്തേക്കാൾ വെല്ലുന്ന ലെവലിലായിരിക്കും മൂന്നാം ദിവസം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുതന്നെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വെള്ളിയാഴ്ച ഒട്ടുമിക്ക ഈവനിങ് ഷോസും ഓൾമോസ്റ്റ് ഫുള്ളിലേക്ക് പോയെങ്കിൽ ശനിയാഴ്ച ഓൾറെഡി ബുക്കിങ്ങിലൂടെ തന്നെ 70% പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് തിയേറ്ററുകൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള ഷോസ് എല്ലാം തന്നെ മികച്ച രീതിയിൽ പോകുന്നു. സിനിമയ്ക്ക് എല്ലായിടത്തും ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായവുമാണ്. മൂന്നാം ദിവസം സിനിമ തീർച്ചയായും കേരള കളക്ഷൻ 2.5 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് 5-6 കോടിയിലേക്ക് എത്തും. അങ്ങനെ 3 ദിവസം കൊണ്ട് സിനിമ 15 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയുമാണ്. എന്താണേലും മികച്ച ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെയായി പോകുന്നു. ഈ ശനി ഞായറോട് കൂടി തന്നെ സിനിമ മികച്ച അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെ ഹൈലൈറ്റായി നിൽക്കുന്ന ഈ ഒരു ചിത്രം ഇന്ന് അന്യദേശങ്ങളിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സിനിമ സെലക്ഷൻ തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു ഡൊമിനിക് എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് വ്യത്യസ്തത പുലർത്തുന്ന രീതിയിലാണ് എന്നുള്ള സംസാരം തമിഴിലും അതേപോലെ ഹിന്ദിയിലുമൊക്കെ നിന്ന് കേൾക്കാൻ കഴിയുന്നു. അതുമാത്രമല്ല വളരെ തന്മയത്വത്തോടു കൂടി വളരെ ലളിതമായിട്ട് മമ്മൂട്ടിക്ക് ഇത്ര ലാഘവത്തോടെ ഈ ഒരു ക്യാരക്ടർ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് പോലും ബാക്കിയുള്ള ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അന്യഭാഷയിൽ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണേലും വലിയൊരു വിജയത്തിലേക്ക് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. ഈ ഒരു ദിനവും അതിഗംഭീരമായിട്ട് തന്നെ പോവുകയാണ്. ഇന്നത്തെ കളക്ഷൻ അഗ്നിപർവ്വതം പോലെയായിരിക്കും. ഞെട്ടിത്തരിച്ച് തിയേറ്ററുകൾ കുലുങ്ങുന്നു എന്ന് തന്നെ പറയാൻ കാത്തിരിക്കാം. നമ്മളുടെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.